എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ വെയിൽ അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് ഒരുമാതിരിപ്പെട്ട കടകളുടെയൊക്കെ മുമ്പിലേക്ക് നോക്കുമ്പം ഒരു വലിയ ക്ഷീണം പോലെയാണ് കടകൾക്കൊക്കെ, ഒരു ശൂന്യത. അപ്പോൾ ഞാൻ ആ സാധനം മേടിക്കുന്ന കടയിലെ പുള്ളിയോട് ചോദിച്ചു, എന്നാ പറ്റി, കടയുടെ ഫ്രണ്ട് വശമൊക്കെ വളരെ ക്ഷീണമാണല്ലോ, എന്താണ്ടൊക്കെ ഇല്ലാത്തതുപോലെയൊക്കെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ചേട്ടാ, വാഴക്കൊല കിട്ടാനേ ഇല്ല, നാടൻ കൊലയെല്ലാം തീർന്നു, കൊലയെല്ലാം ഒടിഞ്ഞു പോവുക, വാഴ ഒടിഞ്ഞു പോവുക, അതുകൊണ്ട് കിട്ടാനേ ഇല്ല, ഇതാണ് ഇങ്ങനെ കട ശൂന്യമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, മലയാളി ഇപ്പോൾ ഒരു വാഴപ്പഴം തിന്നണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. ഇനി ഈ പൊരിഞ്ഞ ചൂടത്ത് ഓറഞ്ച് ആണേലും മുന്തിരി ആണേലും ആപ്പിൾ ആണേലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റം എന്ത് വേണമെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരണം. കേരള എന്നായിരുന്നു പേര്, അത് മാറ്റിയിട്ട് ഇപ്പോൾ കേരളം എന്നാക്കി. കേരളം, തെങ്ങിൻ്റെ നാട്. തെങ്ങിൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനം അറിയപ്പെടുന്നത് മിക്കവാറും ലോക ചരിത്രത്തിൽ കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേരം തിങ്ങുന്ന കേരള നാട്ടിൽ തേങ്ങായും വെളിച്ചെണ്ണയും വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരികയും വേണം, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം, പിന്നെ അരി ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം, കടല, പരിപ്പ്, പയറ്, കിഴങ്ങ്, സവോള, ഉള്ളി, വെളുത്തുള്ളി, പച്ചക്കറി, ഇത് മുഴുവൻ അന്യ സംസ്ഥാനത്തു നിന്നാണ് 90% വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, എന്തിനാണ് കേരളത്തിൽ കൃഷി വകുപ്പ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിനേക്കാളും ചൂടാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ. പക്ഷേ ചൂട് കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ പച്ചക്കറിയും പഴങ്ങളും അരിയും ഗോതമ്പും എല്ലാം കൃഷി അവർ ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ്, കൂടുതൽ ചൂടുള്ളിടത്ത്. ഇവിടെ ചൂട് കൂടിയപ്പം വാഴ ഒടിഞ്ഞു വീഴുന്നു, വേറെ എല്ലാം പ്രശ്നങ്ങളാണ്. ഈ തമിഴ്നാടിനും കർണാടകത്തിനും മറ്റ് സ്റ്റേറ്റുകൾക്കൊന്നും അവരുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാടിന്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ കാലാവസ്ഥ ചൂടും കൂടുതലാണ്, വെള്ളവും അവിടെ കാര്യമായിട്ടില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ ചൂടത്ത് ഈ കൃഷിയെല്ലാം നടക്കുന്നത്? അതിന് ഒറ്റ കാരണമാണ് പ്രധാനമായിട്ടുള്ളത്, ജലസേചനം. അവിടെ ജലസേചനത്തിന് വൈദ്യുതി ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. ഇവിടെയോ? ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കിക്കോണം, ഒടുക്കത്തെ വൈദ്യുതി ചാർജ്, അന്യായ വൈദ്യുതി. കൃഷിയാണേലും വേണ്ടിയല്ല, എന്നാ ഭണ്ഡാരമാണേലും വേണ്ടിയല്ല, ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് 2 മാസം കൂടുമ്പോൾ 3000 രൂപ മേടിക്കാവുന്ന ഇവന്മാരിവിടെ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ഒടുക്കത്തെ വില. വെള്ളത്തിൻ്റെ വിലയൊക്കെ ഓരോരുത്തർക്ക് വരുന്ന വെള്ളത്തിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ തല തട്ടിപ്പോകുന്ന വിലയാണ് വരുന്നത്. പിന്നെ യാതൊരു ആസൂത്രണവും ഇല്ലാത്ത അറേഞ്ച്മെൻറ്റുകൾ. ഈ ആസൂത്രണമൊക്കെ നടത്തേണ്ട വകുപ്പിനെയാണല്ലോ കൃഷി വകുപ്പ് എന്ന് പറയുന്നത്. ഈ കൃഷി വകുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ കേരള കൃഷി വകുപ്പ് എന്ന് പറയുന്ന മാരണം, മലയാളിയെ സംബന്ധിച്ച് ഇതൊരു മാരണം തന്നെയാണ്. ഈ പണ്ടാരം രൂപം കൊണ്ടത് 1956. 1956 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെയുള്ള നാട്ടുരാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കൃഷി സംബന്ധമായ വകുപ്പുകളെല്ലാം കൂടെ ലയിപ്പിച്ചിട്ടാണ് ആദ്യം ഈ മാരണം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് 1907 രാജാവാണ് ഇത് തുടങ്ങിയത്. നാട്ടിൽ കൃഷി വളർത്താനും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ്റെ ജീവിത നിലവാരമൊക്കെ ഉയർത്താൻ വേണ്ടി 1907 രാജാവ് തുടങ്ങിയ പ്രസ്ഥാനം പിന്നീട് 1956 കേരള കൃഷി വകുപ്പ് എന്ന പേരിൽ ഇതങ്ങോട്ട് വലുതാകുക. ഇപ്പം മന്ത്രിയുണ്ട് എന്ന് പറഞ്ഞാൽ രാജാവുണ്ട്, പേഴ്സണൽ സ്റ്റാഫുണ്ട്, സെക്രട്ടറിമാരുണ്ട്, 9000-ഓളം സ്റ്റാഫുണ്ട്. ഇതിനകത്ത് ഡോക്ടർമാരൊക്കെ ഉണ്ട്, ഒത്തിരി ഡോക്ടർമാർ. ഈ കോപ്പന്മാരെ കൊണ്ട് എന്താ പ്രയോജനം നമുക്ക് യാതൊരു അറിവുമില്ല. ഡോക്ടർമാർ തൊട്ട് പിയൂണുമാർ വരെ 9000 പേര്. 2024-25 ബഡ്ജറ്റിൽ ഇവർക്ക് അലൊക്കേഷൻ ചെയ്തിരിക്കുന്നത് 2067.84 കോടി രൂപയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2067.84 കോടി. അതിനകത്ത് നീ കുഞ്ഞച്ചന്മാർക്കുള്ള ശമ്പളം മാത്രം പോയത് 1259.13 കോടി. ഇത്ര ശമ്പളം കൊടുത്തു. വലിയ പുള്ളികളുടെ പേര് അഗ്രികൾച്ചർ ഓഫീസർ, മാസം 1,15,300 രൂപയെ ബേസിക് സാലറി ഉള്ളൂ, ബാക്കി ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ പാം അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് വേറൊരു തസ്തികയുണ്ട്, അവർക്ക് 75,400 രൂപയെ മാസം ബേസിക് സാലറി ഉള്ളൂ, പാവങ്ങൾ.
പിന്നെ കാർഷിക യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. 75 കോടി രൂപയാണ് ശമ്പളം മാത്രം. ചിലവുകൾ വണ്ടിയുണ്ട്, വള്ളമുണ്ട്, യാത്രാബത്ത, കീർത്താബത്ത, എഴുതാവുന്നത് എല്ലാം ചിലവുണ്ട്. ഇനി കൃഷി വകുപ്പിനെ സംബന്ധിച്ച് ഇവൻ്റെ പ്രധാന ഹോബി എന്നാണെന്നറിയും? ഈ വകുപ്പിൻ്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്വകാര്യ ഓഞ്ഞ നേഴ്സറിക്കാരനോട് പറഞ്ഞ് എന്നതെങ്കിലും നാട്ടിൽ കൂടെ നിൽക്കുന്ന കാട്ടുതൈ എല്ലാം കവറിനകത്താക്കും. ഇത് കൊണ്ടുവന്ന് നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ ഹോബി. അപ്പോൾ ഇവന്മാർക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. അത്യാധുനിക തൈ എന്നാണ് പറയുന്നത്. ഇത് കായ്ച്ചു. ഒന്നാമത്തെ കാര്യം, ഒരുമാതിരിപ്പെട്ട തൈയെല്ലാം വെച്ച് കായ്ക്കണമെന്നുണ്ടെങ്കിൽ വർഷം 4-5 കഴിയണ്ടേ. 4-5 വർഷം കഴിയുമ്പോൾ തന്നെ ഇത് കായ്ച്ചാലും കായ്ച്ചില്ലല്ലോ, ആരോട് ചോദിക്കാനാ? അപ്പോൾ അതുകൊണ്ട് ഇത് കായ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് കൂട്ടിനകത്താക്കി കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ചോദ്യം, തൂമ്പ പിടിക്കാൻ അറിയാവുന്ന എത്ര ഓഫീസർമാർ ഇതിനകത്തുണ്ട്? സ്വന്തമായിട്ട് എന്തെങ്കിലും കൃഷിയുള്ളവന്മാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ളവന്മാർ, കൃഷി ഓഫീസർമാർ സ്വന്തമായിട്ട് അവനവൻ്റെ കാര്യം കൃഷി ചെയ്തെടുക്കുന്നവന്മാരെക്കുറിച്ച് വല്ല ബോധം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഡോക്ടേഴ്സ് എന്ന് പറയുന്ന കുറേ സാധനം ഇതിനകത്തുണ്ട്. യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടർമാരുള്ളത്. ഡോക്ടർ കുട്ടപ്പൻ, ഡോക്ടർ പൽപ്പു എന്നൊക്കെ പറയുന്ന വലിയ ഡോക്ടർമാർ ഇതിനകത്തുണ്ട്. ഇവന്മാർ ഇത്രയും ഡോക്ടർമാരുണ്ടായിട്ട് മണ്ടരി, ഇപ്പം ജാതിക്ക് ഒരു പ്രത്യേകതരം ഫംഗസ് ഉണ്ട്, വാഴയ്ക്ക് പിണ്ടിപ്പുഴുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള സാധനം കൊമ്പൻ ചെല്ലിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെ നേരിടാനുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. ഡോക്ടർമാരാ. കേരള ജനതയോട് ഞാൻ ചോദിക്കട്ടെ, എന്നാത്തിനായി വകുപ്പ്? നിങ്ങൾ തന്നെ പറ, എന്നാത്തിനായി വകുപ്പ്? കേരളത്തിൽ തെങ്ങിന് കേരഫഡ്, സുഗന്ധദ്രവ്യങ്ങൾക്ക് ഫൈസസ് ബോർഡ്, കാപ്പിക്ക് കോഫി ബോർഡ്, തേയിലയ്ക്ക് ടീ ബോർഡ്, കശുവണ്ടിക്ക് അണ്ടി ബോർഡ്, ഇങ്ങനെയെല്ലാം വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടപ്പോൾ പിന്നെ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി വകുപ്പ് എന്ന് പറയുന്നത് എന്നാ തേങ്ങാക്കൊല ഉണ്ടാക്കുന്നത് ഇവിടെ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഇവന്മാർ എന്നാ ചെയ്യുന്നത്? 2025 10% നെൽകൃഷി കുറഞ്ഞു. ഭയങ്കര കൃഷി വകുപ്പാണ്. 5% തേങ്ങാ ഉൽപ്പാദനം കുറഞ്ഞു. 15% വാഴക്കൃഷി കുറഞ്ഞു. ഒന്നാമത് വാഴയ്ക്ക് പിണ്ടിപ്പുഴു ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? അതിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കൃഷിക്കാരൻ്റെ ചങ്ക് പറിച്ചെടുക്കും. അവന്മാരാർക്കിട്ട് ഒപ്പിക്കാവുന്ന ഓർത്ത് അവന്മാർ നടക്കുന്നത്. ഇനി ഈ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും കൂടെ ഒരു വർഷം ജനങ്ങൾക്കിട്ട് ചെയ്തു കൊടുക്കുന്ന ദ്രോഹം ചില്ലറയല്ലെന്നുള്ളതാണ് സത്യം. ഇവന്മാർക്ക് ഒരു ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 2000-ൽ പരം കോടി വെച്ച് കൊടുത്തെന്ന്. അതിനൊരു കണക്കെടുത്തിട്ട് ഒരു കുടുംബത്തിന് 12,000 രൂപ വെച്ച് മാസം അരിയും പച്ചക്കറിയും മേടിക്കാൻ ഫ്രീ ആയിട്ട് കൊടുത്താൽ, ഒരു കുടുംബത്തിന് അരിയും പച്ചക്കറിയും മേടിക്കാൻ ഫ്രീ ആയിട്ട് 12,000 രൂപ വെച്ച് കൊടുത്താൽ 17,22,510 കുടുംബങ്ങൾക്ക് ഇവന്മാർക്ക് കൊടുക്കുന്ന പൈസയുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഏതാണ്ട് 17.25 ലക്ഷം ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കാവുന്ന അത്ര തുകയാണ് ഇവന്മാർ നിന്ന് തീർക്കുന്നത്. ഒരു പ്രയോജനമില്ലാത്തൊരു വകുപ്പ്. അന്യസംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് കൊടുക്കും. ഈ വർഷം ഉണ്ടാക്കിയതിനേക്കാളും 10% പ്രൊഡക്റ്റ് കൂടുതലുണ്ടാകണം അടുത്ത വർഷം. അടുത്ത വർഷം ഉണ്ടാകുന്നതിനേക്കാളും 10% ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പിന്നത്തെ വർഷം കൂടുതലുണ്ടാകണം. അങ്ങനെ പ്രൊഡക്ഷൻ കൂടിയില്ലെങ്കിൽ വിവരം അറിയും. അതിനനുസരിച്ചുള്ള സാങ്കേതികവിദ്യ, വിത്ത്, വെള്ളം, വളവ്, സംവിധാനം എല്ലാം ഇവന്മാർ ഒരുക്കി കൊടുത്തിരിക്കണം. അതിനാണ് കൃഷി വകുപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ കുറേ മിഷണറി മേടിച്ചിട്ട് ആ നീലംപേരൂരൊക്കെ കൊയ്ത്ത് യന്ത്രങ്ങൾ മേടിച്ചിട്ട് 50 എണ്ണത്തിൽ പരം തുരുമ്പ് പിടിച്ച് കിടക്കുന്നത്. ഈയിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അടൂര് കുറേ മിഷണറി കൊണ്ടുവന്ന് കയറ്റിയിട്ടിട്ടുണ്ട് ഒരു പറമ്പിനകത്ത്, ഒരു കാട്ടിനകത്ത്. നാട്ടുകാരെ ഫോട്ടോ പോലും എടുപ്പിക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഒത്തിരി പാർട്സുകൾ ഇവന്മാർ ഊരി വിറ്റെന്നാണ് പറയുന്നത്. ഈ കൃഷി വകുപ്പ് കൊണ്ടുവന്ന് ഊരി വിറ്റതും കളിപ്പിച്ചതും അവിടെ ഇവിടെയും കിടക്കുന്നതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് വേണം പിടിക്കാൻ. ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുക. അപ്പോൾ തെങ്ങ് കൃഷി വികസിച്ചു, തേങ്ങായും എണ്ണയും തമിഴ്നാട്ടിൽ നിന്ന് വേണമെങ്കിൽ വരണം, മലയാളി തിന്നണമെങ്കിൽ. പച്ചക്കറി കൃഷി വികസിപ്പിച്ചെന്ന് പറയുന്നു, തിന്നണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. വാഴക്കൊലയുടെ കൃഷി വികസിച്ചെന്ന് പറയുന്നു, പഴം തിന്നണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇവിടെ വയനാട്ടിലൊക്കെ ഏത്തക്കൊലയ്ക്ക് നാട്ടുകാരൻ കൃഷി ചെയ്ത് കിലോയ്ക്ക് കാ മൂത്ത് വരുമ്പോൾ കിലോയ്ക്ക് 15 രൂപ. എങ്ങനെ കൃഷിക്കാരൻ നിൽക്കും? കൃഷി വകുപ്പ് അന്നേരം ഒന്നും അറിഞ്ഞില്ലപ്പെട്ട് നിൽക്കും. ഇവർക്കിതൊന്നും അറിയേണ്ട കാര്യവുമില്ല. ഗവൺമെൻറ്റിനോടൊരു കാര്യം പറയട്ടെ, ഈ കൃഷി വകുപ്പ് കേരളത്തിൽ ഇല്ലെങ്കിലും കേരളത്തിലെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും അവരെ കൊണ്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് ഇവന്മാരെ ഒരു 5 വർഷം തമിഴ്നാട്ടിലോട്ട് അവിടുത്തെ കൃഷി ഓഫീസർമാരുടെ അസിസ്റ്റൻറ്റുമാരായിട്ട് അങ്ങോട്ട് വിടാമെങ്കിൽ ശമ്പളം അയക്കാലും നമ്മുടെ ഇവിടുന്ന് അങ്ങ് കൊടുത്തു. മന്ത്രിയും പരിവാരവും ചുമ്മാതെ അവിടെ ഇരുന്ന് തിന്നു, ഒരു പരാതിയില്ല.
ഏതൊക്കെയായാലും ഈ 2067 കോടി വെറുതെ വർഷം നശിച്ചു പോവുക. കൃഷിക്കാരന് ഇതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ല, നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല. മന്ത്രി ചുമ്മാ ഇരുന്നങ്ങ് തിന്നു, പറ്റുന്നിടത്തോളം തിന്നു, പേഴ്സണൽ സ്റ്റാഫുകളും തിന്നു. എന്നിട്ട് ഇവന്മാരുടെ ശമ്പളം കൊടുത്ത് ഇവന്മാരെ തമിഴ്നാട്ടിലോട്ട് വിടാം. ഇവന്മാർ അതിലൂടെ നടന്ന് കൃഷി എന്താണെന്നൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് കൃഷി എന്താണെന്നൊന്ന് പഠിക്കട്ടെ. ഇത് കണ്ട് പഠിച്ചാലല്ലേ, അവസരം കൊടുത്താലല്ലേ കൃഷി എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇവർ ധരിച്ചിരിക്കുന്നത്, കൃഷി ഓഫീസർ ധരിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കൃഷി ഓഫീസറുടെ ജോലി. അതങ്ങനെയല്ല. കൃഷി ഓഫീസർക്ക് ജോലിയുണ്ട് തമിഴ്നാട്ടിനേക്കാളും ചൂട് കുറഞ്ഞ സ്ഥലം, തമിഴ്നാട്ടിനേക്കാളും നല്ല കാലാവസ്ഥയുള്ള സ്ഥലം, തമിഴ്നാട്ടിനേക്കാളും ഏത് കൃഷി ചെയ്താലും അത് വിളവുണ്ടാകുന്ന സ്ഥലമാണ് കേരളമെന്നും ഇവിടെ ധാരാളം വെള്ളമുണ്ടെന്നും ആ വെള്ളം ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെയും കൂടെ ഒന്ന് തല്ലി ഒതുക്കി മര്യാദയാക്കി എടുത്താൽ ന്യായമായ ഒരു തുകയ്ക്ക് കറണ്ടും ഒക്കെ കൊടുത്ത് ജലസേചനമൊക്കെ നടത്തിയാൽ നല്ലപോലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമെന്നും അത് വിഷമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയാൽ ഈ ആശുപത്രി കൂടെ കണ്ടമാനം ഒടുക്കത്തെ പൈസ കൊടുക്കേണ്ട സാഹചര്യമില്ലെന്നും ഒക്കെ ഇവന്മാർ തമിഴ്നാട്ടിൽ കൂടെ ഒരു 5 വർഷം നടക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് ഗവൺമെൻറ് വിടുമ്പം ഇവന്മാരെ കൂട്ടമായിട്ട് അങ്ങോട്ട് വിടരുത്, ഇവന്മാർ തമിഴ്നാടൂടെ മുടിപ്പിക്കും. ഇവന്മാരെ ഈ രണ്ടെണ്ണത്തിനെ തമിഴ്നാട്ടിലെ ഓരോ ഓഫീസർമാരുടെയും കീഴിലേക്ക് നിർത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരൊരു സർട്ടിഫിക്കറ്റ് തന്നെങ്കിൽ ഇവന്മാരെ തിരിച്ചിവിടെ കയറ്റാവും. അന്നേരം ഇവന്മാർ കൃഷി എന്താണെന്ന് കാണും, കൃഷി എന്താണെന്ന് അറിയും, കൃഷിക്കാരെന്താണെന്ന് അറിയും, എങ്ങനെയാണെന്ന് നടത്തും. ഒറ്റ കാര്യമുണ്ട്, യൂണിയൻകാരുടെ നടു തല്ലി ഓടിക്കണം, ഇല്ല ഇവന്മാർ പോകാൻ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ പുരോഗതിക്ക് കാർഷിക മേഖല ഒരു പ്രധാനമായതുകൊണ്ട് ഈ കൃഷി വകുപ്പിനെ തല്ലി നൂർത്തെടുത്തെങ്കിൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളെന്നും അത് ജനം മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.